അതിശയപ്പിറവികളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തമിഴ്നാട് കമ്പം സ്വദേശികളായ സൂര്യയുടെയും രമ്യയുടെയും ജീവിതകഥ എന്തെന്നറിഞ്ഞു. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെരുപ്പ് കുത്തിയെയാണ്. പേര് ശശിധരൻ. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ 47-കാരൻ പണിയെടുക്കുന്നത്. ചെരുപ്പ് കുത്തി എന്നതിലുപരി ഒരു കഥാകാരനും ചിത്രകാരനുമായ ഈ തെരുവിൻ്റെ കലാകാരനെ അതിശയപ്പിറവിയുടെ ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് ശശിധരൻ. ചെരുപ്പ് കുത്താണ് ജോലി. പത്തനംതിട്ട ജില്ലയിലാണ് ശശിധരൻ ജനിച്ചത്. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ചെരുപ്പ് കുത്തി പണിയെടുക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ഒരുപക്ഷെ ശശിധരനെ കണ്ടിട്ടുണ്ടാവും. നീട്ടി വളർത്തിയ താടിയും മുടിയും പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച ഈ രൂപത്തെ ഒരിക്കൽ കണ്ടവരാരും മറക്കില്ല. അത്രയ്ക്ക് വികൃത രൂപമാണ് ഈ 47-കാരൻ്റേത്. ഇയാൾ കുളിച്ചിട്ട് 1.5 വർഷത്തോളമാവുന്നു. ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാത്ത ശശിധരന് സ്വന്തമായി വീടുമില്ല. ഊണും ഉറക്കവും പണിയെടുക്കുന്നതും എല്ലാം ഈ മരച്ചുവട്ടിൽ തന്നെ. ഒൻപതാം വയസ്സിൽ വീട്ടിൽ നിന്നും ഒളിച്ചോടിയ ശശിധരൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ കോട്ടയത്തെത്തി. ഇതൊന്നുമല്ല ശശിധരനെ വ്യത്യസ്തനാക്കുന്നത്. ഇദ്ദേഹം ഒരു കഥയെഴുത്തുകാരനും ചിത്രകാരനും കൂടിയാണ്. ഈ 2 കഴിവുകളും ഒരാൾക്ക് കിട്ടുക വളരെ അപൂർവമാണ്. താൻ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നായ മാത്രമാണ് ഇന്നൊരേ ഒരു കൂട്ട്.
ഇന്നത്തെ എഴുത്തുകാർ ഏകാഗ്രതയ്ക്ക് വേണ്ടി അടച്ചിട്ട മുറികളിലേക്കും മലമുകളിലേക്കും ഒക്കെ പോകുമ്പോൾ ഈ തെരുവിന്റെ കഥാകാരൻ നഗരത്തിലെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലിരുന്നു കൊണ്ട് തന്റെ ജോലിക്കിടയിൽ വീണ് കിട്ടുന്ന ഒഴിവുവേളകളാണ് കഥയെഴുത്തിനായി നീക്കിവെക്കുന്നത്. എൻ്റെ പേര് ഡി ശശിധരൻ. എൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ, അമ്മയുടെ പേര് ഭവാനിയമ്മ. ഞങ്ങൾ വളർന്നതും ജനിച്ച സ്ഥലമെന്ന് പറയുന്നത് കോന്നി അരുവാപ്പുലം എന്ന് പറയുന്ന ചെറുവലായ വീട്ടിലാണ് ജനിച്ചത്. ഞാൻ പഠിച്ചത് വെട്ടൂർ ശ്രീധരൻപിള്ള മെമ്മോറിയൽ സ്കൂളിലാണ്. MSLPSലുമായിട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഒളിച്ചു പോകുന്നതാണ്. പോന്നിട്ട് ഇറങ്ങി സിറ്റികളിൽ ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. എവിടെല്ലാം പോയെന്ന് തന്നെ എനിക്ക് വ്യക്തമല്ല. അപ്പോൾ ഞാൻ പോയിടത്തു നിന്നെല്ലാം പോയി എല്ലാം കറങ്ങിയിട്ട് തിരിച്ചിട്ടും ഈ ലോകത്തെ അനുഭവം മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ പോകുമ്പോഴെല്ലാം ഓരോ സിഗരറ്റ് കടലാസിലും എഴുതുമായിരുന്നു. ഓരോ സിഗരറ്റ് പേപ്പറിലും ഓരോ കഷ്ണം പേപ്പറിലും എഴുതുകയും വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഈ വരയ്ക്കുന്നതെല്ലാം കളഞ്ഞ് ലാസ്റ്റ് എന്നോട് ഒരാൾ പറഞ്ഞു, വരയ്ക്കുന്നതും എഴുതുന്നതും കളയരുത്, കൂട്ടി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ്, ആർക്കെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും പിന്നെ അന്ന് മുതൽ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ശേഖരിച്ച 10 എണ്ണം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുക. 5 എണ്ണം ഞാൻ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തു, 1 ഇംഗ്ലീഷും 4 മലയാളവും. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായെന്ന് വെച്ചാൽ പ്രസിദ്ധീകരിച്ചില്ല. ഇത് DTP വരെ എടുത്ത് കവർ പേജ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് 10,000 രൂപ അവർ തരുകയും ചെയ്തു. എന്നിട്ടും അത് പ്രസിദ്ധീകരിക്കാതെ ആരൊക്കെ കയറി തടഞ്ഞതുകൊണ്ടായിരിക്കാം അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ പ്രസിദ്ധീകരണം ഇല്ലാതെ അത് കോടതി കേസായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ കോടതിയിൽ അത് കേസ് കൊടുത്തിരിക്കുക. കഴിഞ്ഞ 19-ാം തീയതി ആയിരുന്നു കേസിൻ്റെ ആദ്യത്തെ അവധി. ഇപ്പം ഇനി അടുത്ത അവധി എന്നാണെന്ന് അറിയത്തില്ല. പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കോടതി ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് വിവരം അറിയാം. എൻ്റെ ഇനിയത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ നടത്തുക, ഞാൻ എഴുതിയ സാധനം ജനങ്ങളിൽ എത്തിക്കുക. ഇവിടെ ഓരോ കഥയും ഓരോ അലച്ചിലാണ്, ജീവിതമാണ്. കഥനത്തിന്റെ സഹനത്തിന്റെ സംവത്സരങ്ങളിലൂടെയുള്ള ഒരു മൂക സഞ്ചാരമാണ്. തന്റെയും തന്റെ ചുറ്റുമുള്ള ജീവിതാനുഭവങ്ങളെയും സാക്ഷി നിർത്തി ഉള്ളിലെ തീവ്രമായ ഗൃഹാതുരത്വം പങ്കിടുകയാണ് ഇതിലൂടെ ശശിധരൻ. പത്ത് നോവലുകൾ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. കഥാഖ്യാനത്തിൽ അസാധാരണമായ വൈദഗ്ധ്യമൊന്നുമില്ലെങ്കിലും അനുഭവങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ കഥ എന്ന രൂപത്തെക്കാൾ നമ്മെ കീഴടക്കുന്നത് കഥാകൃത്ത് എന്ന വ്യക്തിയാണ്. പല നാടുകളും സഞ്ചരിച്ചപ്പോൾ താൻ കണ്ട സംഭവങ്ങളും ജീവിതാനുഭവങ്ങളും കഥകൾക്ക് മാറ്റുകൂട്ടി.
ഞാൻ എറണാകുളത്ത് സൗഹൃദഗ്രാമം നടത്തുമ്പോഴാണ് വിനയൻ സാർ വരുന്നത്. വിനയൻ സാർ വന്ന് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കഥയാണ് വേണ്ടിയത്. അപ്പോൾ എന്ത് കഥയാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു നിങ്ങളുടെ പ്രമേയം എന്താ, ഏത് പ്രമേയമാണ് വേണ്ടത്. അപ്പം പ്രമേയം പറഞ്ഞപ്പോഴും പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു ആക്ഷൻ ത്രില്ലറാണോ റൊമാൻറ്റിക് ആണോ ഫാമിലി സ്റ്റോറിയാണോ എന്താ വേണ്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു ഇപ്പം തൽക്കാലം ഒരു റൊമാൻറ്റിക് തരാൻ പറഞ്ഞു, ഒരു ലവ് സ്റ്റോറി. അതിനാണ് ഓമപ്പെണ്ണും ഉരിയാടാപ്പയ്യൻ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ കൂടെ അരമണിക്കൂറോളം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഹോളിവുഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോളിവുഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും അത്ഭുത ദ്വീപ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് ഗളിയറിൽ ലില്ലിപ്പുട്ടിൻ്റെ കഥ എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെയാണെന്ന് പറയാൻ അവകാശമൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ കുറേ പൊക്കം കുറഞ്ഞ ആൾക്കാർ പണ്ടൊക്കെ സർക്കസിലും സൈക്കളച്ചത്തിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവർക്ക് മാർക്കറ്റില്ല. അപ്പോൾ അവർക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്, അത്ഭുത ദ്വീപ്. അപ്പോൾ അവർക്കതൊരു മാർക്കറ്റൂടെ ആയെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ അവർക്ക് എന്താ ചെയ്യുന്നില്ല, ആ കഥ അതിൻ്റെ ഭാവത്തിലല്ല വന്നത്. അതുകൊണ്ട് അത് ഹോളിവുഡിൽ പോയില്ല. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് വരകളിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശശിധരൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. തെരുവിലിറങ്ങി ചെരുപ്പ് പോളിഷ് ചെയ്യാൻ പഠിച്ച കാലം തൊട്ട് തെരുവിലെ മനുഷ്യന്മാരുമായിട്ട് പരിചയപ്പെട്ട് വന്ന സ്ഥിതിക്ക് എല്ലാം അലഞ്ഞു തിരിയുന്ന മനുഷ്യന്മാരെ രക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങും ഇല്ലാതെ വന്നതുകൊണ്ട് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് പഠിച്ച പണികളെല്ലാം ചെയ്ത് പഴകി വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് ചെയ്ത ഒരു കാര്യമാണ് സൗഹൃദഗ്രാമം എന്ന ഒരു പ്രസ്ഥാനം ഉടലെടുത്തത്. അത് 2000-ൽ ഞാൻ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആയിട്ടാണ്. തൊഴിൽ ചെയ്ത്, അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുക, പിന്നെ നിയമസഹായം വേണ്ടവർക്ക് നിയമസഹായം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ ദിവസവും എനിക്കിരിക്കുന്ന എൻ്റെ അനുഭവങ്ങൾ പകർത്തി വെക്കാനും അത് ചിത്രങ്ങളാക്കാനും, അപ്പം എഴുതുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ എഴുതുന്ന ഭാഷയിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് വരയിലൂടെ മനസ്സിലാക്കിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചിത്രം വരയ്ക്കാൻ കടന്നത്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചിത്രം വരയിലൂടെയും എഴുത്തിലൂടെയും എനിക്ക് എത്താൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് എത്തണം എന്നുള്ള ഒരു മോഹത്തോടു കൂടി എഴുതിയതെല്ലാം കൂട്ടി വെച്ചു. ഒരാളുടെ 5 നോവൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു, എഗ്രിമെൻ്റ് എഴുതി. ഇപ്പോൾ അത് കോടതി കേസായിട്ട് നടക്കുകയാണ്. ഓരോ ചിത്രങ്ങളും വരച്ചു വെച്ചു. ഇതൊരു എക്സിബിഷന് വേണ്ടി ഞാൻ വരച്ചു വെച്ചതാണ്. ഇത് പ്രണയ സ്വപ്നം എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. പ്രണയത്തിൻ്റെ സ്വപ്നമാണ്. അതായത് സമൂഹത്തിലെ പ്രണയം ഏത് തരത്തിലാണ്, അത് എവിടെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രണയ സ്വപ്നം എന്ന് പറഞ്ഞൊരു ചിത്രം വെച്ചത്. ഇത് പ്രണയ പർവ്വതമാണ്. പ്രണയം ഓരോ മനസ്സിലും പർവ്വതമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, എടുത്താൽ പൊങ്ങാത്ത പോലാണ്. അപ്പോൾ ആ പർവ്വതം പ്രണയ പർവ്വതമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കലയെ പ്രണയിച്ച മഹാൻ, ഇത് കലയെ പ്രണയിച്ച മഹാനാണ്. ഇദ്ദേഹം ആരാണ്? കലയെ പ്രണയിച്ച മഹാൻ. പ്രണയ ദുരന്തം, അതായത് ചേരാൻ പാടില്ലാത്ത ആണും പെണ്ണും ചേർന്നാൽ ഉണ്ടാകുന്ന അവരുടെ സന്തതികളെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രണയ ദുരന്തത്തെക്കുറിച്ച് പറയുന്നത്. പ്രണയം ദുരന്തമാകുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ പ്രണയം പ്രാർത്ഥനയും, പ്രണയമായിട്ട്, അതായത് പ്രണയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രണയം ഭ്രൂണമായിരിക്കുന്നത് എങ്ങനെയാണ്, തുടങ്ങുന്നത് എവിടെയാണ്? പ്രണയം തുടങ്ങുന്നത് എവിടെയാണ്? ഇത് ഭ്രൂണമാണ്. അപ്പോൾ ഈ ഭ്രൂണത്തിൽ തുടങ്ങുകയാണ് പ്രണയം. ഇത് ഗോൾഡൻ പ്രിൻസ് ഓഫ് ദി ശ്യാമളേശം എന്ന കഥയിൽ സ്വർണ്ണ രാജകുമാരൻ, ഇത് അതിനകത്തെ യഥാർത്ഥ കഥാപാത്രം, എൻ്റെ സങ്കല്പ സൃഷ്ടിയാണ്. ഇത് രാക്ഷസി. അപ്പം ഈ രാക്ഷസിക്ക് വയറിനാണ്, വയറ്റത്താണ് വായ. അത് കാരണം ഇതിൻ്റെ വ്യത്യസ്തമായ സൃഷ്ടിയെക്കുറിച്ചാണ് ഈ പ്രണയം പറയുന്നത്. ഇത് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഇതിനെ എന്ന് പറയുന്നത് ഒരു 60 വർഷം പഴക്കമുള്ള കടുവ കടിച്ചു തിന്ന ഒരു മനുഷ്യസ്ത്രീയുടെ നട്ടലിനെ ക്ലോൺ ചെയ്തുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സ്ത്രീയെ. അങ്ങനെ ഉണ്ടായതാണ് ഈ രാക്ഷസി. ഇതാണ് ഗോൾഡൻ പ്രിൻസ്, ശ്യാമളേശത്തിലെ സ്വർണ്ണ രാജകുമാരൻ. അപ്പോൾ ഈ കഥയെപ്പറ്റി പറയുന്നത് ഇതൊരു സങ്കല്പ സൃഷ്ടിയാണ്, ഇത് ഫിക്ഷൻ, മൊത്തത്തിൽ സങ്കല്പത്തിലാണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ ഈ കഥയെന്ന് പറയുന്നത് സൗഹൃദഗ്രാമത്തിലെ കുട്ടികളോട് പ്രകൃതിയാ മുത്തശ്ശി പറഞ്ഞ മുത്തശ്ശി കഥയാണ് സൗഹൃദഗ്രാമത്തിൽ ഈ ശ്യാമളേശത്തിലെ സ്വർണ്ണ രാജകുമാരൻ.
ഇത് രാക്ഷസി ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന മുറികളാണ്. സുനാമി, കടലിലെ സുനാമി, കരയിലെ സുനാമി, പർവ്വതങ്ങളിലുണ്ടാകുന്ന സുനാമി, ഇങ്ങനെ 3 തരത്തിലാണ്. അപ്പം മരുഭൂമിയിലുണ്ടാകും, കടലിലുണ്ടാവും, പർവ്വതങ്ങളിലുണ്ടാകുന്ന സുനാമി ഓരോ തരത്തിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം. അസ്തമിക്കാത്ത പ്രണയം. ഒരിക്കലും പ്രണയം അസ്തമിക്കില്ല. ഇത് രാക്ഷസിയെ ക്ലോൺ ചെയ്തപ്പോൾ അതിനകത്ത് ബാക്കി വന്ന മരുന്ന് ഉപയോഗിച്ച് അഗണി വിത്തിനകത്ത് വെച്ചപ്പോൾ ഇത് പോട്ട ട്രീ, അതായത് പോട്ടമരം എന്ന് പറയും. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്നാ വെച്ചാൽ നിലാവില്ലാത്ത രാത്രികളിൽ ഇത് കത്തും, ഇതിന് പ്രകാശം ഉണ്ടാവും. ശശിധരനിൽ നിന്നും ഇനിയും എത്രയോ സൃഷ്ടികൾ പിറക്കാനിരിക്കുന്നു. ഈ പ്രതിഭാശാലിയിൽ പിറന്ന വിസ്മയങ്ങൾ നിറഞ്ഞ ഈ ചിത്രങ്ങൾ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ അഗാധതയിൽ നിന്നും പെറുക്കിയെടുത്ത മിത്തുകളുടെ സംയോജനമാണ്. ഇങ്ങനെ മികവുറ്റ രചനകൾ ശശിധരനിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അനേകം പ്രതിഭാശാലികൾ ഇപ്പോഴും തെരുവിൽ ജീവിച്ച് തെരുവിൽ തന്നെ മണ്ണടിയുന്നുണ്ടാവും. അറിയപ്പെടാത്ത തെരുവുകളിൽ അറിയപ്പെടാത്ത കലാകാരന്മാർ ഇപ്പോഴും ഉണ്ടാവും. ഏതായാലും ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഇനിയും എത്രയോ കൂടുതൽ കഥകളും ചിത്രങ്ങളും രചിക്കാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അതിശയത്തിൻ്റെ മറ്റൊരു ഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.